ഇടുക്കിയിലെ ഗോത്രമേഖലയിൽ നിന്ന് കലോത്സവവേദിയിലെത്തിയ മലപ്പുലയാട്ട വിശേഷങ്ങൾ കാണാം. ഒപ്പം കുമാരമംഗലം MKNM HSSലെ കൂട്ടുകാരുടെ പ്രകടനവും. ഗോത്ര കലാരൂപങ്ങളിൽ മലപ്പുലയാട്ടമാണ് ഇന്ന് നിശാഗന്ധിയിലെ വേദിയിൽ അരങ്ങേറിയത്. എന്താണ് മലപ്പുലയാട്ടം? നമ്മൾ ആദ്യമായിരിക്കുമല്ലോ ഇത്തരമൊരു കലാരൂപത്തെക്കുറിച്ച് അറിയുന്നത്. ആ കലാരൂപം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്താണ് ഈ മലപ്പുലയാട്ടം ഒന്ന് പറയാമോ? ഞങ്ങൾ ഈ അമ്പലത്തിൽ ഉത്സവങ്ങളുള്ളപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഒരു ഈ കലയാണ് ഈ മലപ്പുലയാട്ടം. അതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? ഞങ്ങൾ പഠിക്കാറില്ല, ഇതൊക്കെ കണ്ടിട്ടാണ് മുത്തശ്ശി, അമ്മ, അച്ഛൻ ഇങ്ങനെയൊക്കെ എല്ലാവരും ഞങ്ങൾ കണ്ടു പഠിച്ചതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇത് പ്രത്യേകിച്ച് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ കണ്ടാണ് പഠിക്കുന്നത്. ഇതിനെ എന്തൊക്കെ വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? വാദ്യം ഇതിൽ കട്ട, പിന്നെ കിടിമുട്ടി, മെറച്ച് അങ്ങനെയൊക്കെ പറയുന്നത്. ഈ വാദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ഈ പശുവിടെ തോല് അതൊക്കെ വെച്ചിട്ട്, പശുവിടെ തോല്, ആടുത്തോല് അതൊക്കെ. ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ വീടുകളിൽ? ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. ഇതിന്റെ ഒരു നിർമ്മാണമൊക്കെ എങ്ങനെയാണ്? എത്ര ദിവസം എടുക്കും? അതെങ്ങനെയാണൊരു തോല് മേടിച്ചിട്ട് ഒരാഴ്ചയൊക്കെ 2 ദിവസം വെള്ളത്തിൽ ഊരാനിടും. പിന്നെ എടുത്ത് ഈ മറ്റേ തീ ഇട്ടിട്ട് മറ്റേ ഉപ്പ് പോലെ അതൊക്കെ എടുത്ത് അതിൽ ഊരാൻ വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് എടുത്ത് കെട്ടും. അല്ല, പഠിപ്പിക്കാൻ ഞങ്ങൾ വന്നായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്? അതിൻ്റെ ഒരു ഇവരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതൊന്ന് പറയാമോ? ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട് അവിടെ. അപ്പോൾ പേര് ശരവണൻ എന്നാണ്. അപ്പോൾ ആ ചേട്ടായി പറഞ്ഞു, ഇതുപോലെ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഇതുപോലെ പോയി പറഞ്ഞു കൊടുക്കണം, ഡാൻസ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ ശരി പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആദ്യം കുറച്ച് പാടായിരുന്നു, പിന്നെ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച് തീർത്തു. ഈ കുട്ടികൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കുമല്ലോ മലപ്പുലയാട്ടം. അപ്പോൾ അവർക്കത് പഠിച്ചെടുക്കാൻ എത്രത്തോളം പാടുണ്ടായിരുന്നു? അത് കുറച്ചൊക്കെ പാടുണ്ടായിരുന്നു. അവർക്ക് സ്റ്റെപ്പ് കുറച്ചൊക്കെ മാറ്റണം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് മാറ്റണ്ട, ഞങ്ങൾ ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവർ തന്നെ സ്റ്റെപ്പൊക്കെ പിന്നെ എടുത്തു. ഇപ്പോൾ കലോത്സവത്തിന് വന്നപ്പോൾ എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണല്ലോ കലോത്സവത്തിൽ ഇങ്ങനെ ഒരു നൃത്തം വരുന്നത്. കലോത്സവം വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇത് ഡാൻസ് അവിടെ നാട്ടിൽ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ജയിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. പുറലോകം കാണാത്ത ഒരാൾക്കാരാണ് ഞങ്ങൾ. പണ്ട് മുത്തശ്ശന്മാരൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഞങ്ങളുടെ ഇത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ നാട് മൊത്തം ഈ ഞങ്ങളുടെ ഡാൻസ് കാണുമ്പോൾ, ഞങ്ങളുടെ ഈ കല കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ സ്കൂളിലെ ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ഈ ടീച്ചർക്കും ഈ പിള്ളേരാണ് അല്ലേ എല്ലാം പഠിച്ചെടുത്ത്, ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്ത് ഞങ്ങളുടെ ഈ കല ഈ നാട് മൊത്തം കാണുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു. സ്റ്റേജിൽ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് മനോഹരമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഈ കല ഇവിടെ ഇറക്കിയതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാവരും മുമ്പിലേക്ക് ഈ ഒരു മലപ്പുലയാട്ടം എന്ന സമുദായം നമ്മൾ ഇറക്കി കാട്ടി. ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിൽ കളിച്ച്, ഞങ്ങൾ ചിരിച്ചും പാടി എല്ലാവരും കളിച്ചു. പാരൻസിനെ സപ്പോർട്ട് ചെയ്തു. ആ സന്തോഷമൊക്കെ ഉണ്ട് നമുക്ക്. അപരിചിതമായിരുന്ന ഒരു കലയാണ് മലപ്പുലയാട്ടം. ഈ കലയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെ. ബിജു മുരളീധരനൊപ്പം വിവിന വിദുര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.